അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വേങ്ങരയ്ക്ക് അടുത്തുള്ള പൂച്ചോലമാട് എന്ന പ്രദേശത്ത് കേരളത്തിലെ ആദ്യത്തെ ഹദീസ് ഗവേഷണ കേന്ദ്രം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടാനും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, 14 നൂറ്റാണ്ട് മുമ്പ് ലക്ഷക്കണക്കിന് സ്വഹാബത്തിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകൾ കൈമാറി ആ സ്വഹാബത്താണ് ലോകമൊട്ടാകെ ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിച്ചത്. കേരളത്തിലും 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ സ്വഹാബത്ത് ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നവീനവാദികൾ ആ ഹദീസിനെ പല രീതിയിലും വളച്ചൊടിക്കുകയും മനുഷ്യൻ്റെ കൈക്കടത്തലുകൾക്ക് വിധേയമാക്കുകയും ചെയ്തപ്പോൾ പുതിയ തലമുറക്ക് കൃത്യമായ രീതിയിൽ ഹദീസ് സത്യസന്ധമായ രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ദാറുൽ ഹദീസ് അതിനെ ഒരു ഗവേഷണം നടത്തിക്കൊണ്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദാറുൽ ഹദീസിൻ്റെ കൂടുതൽ പഠനകാര്യങ്ങളിലേക്കും ഗവേഷണങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. എന്നോടൊപ്പമുള്ളത് ദാറുൽ ഹദീസ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി പൂച്ചോലമാടാണ്. ദാറുൽ ഹദീസിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പിന്നെ ആദ്യം ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ എങ്ങനെയൊക്കെയാണ് ഈ സ്ഥാപനം തുടങ്ങാനുണ്ടായ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് നടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ദാറുൽ ഹദീസ് എന്ന ഒരാശയം അഥവാ ഹദീസുമായി കൂടുതൽ ബന്ധപ്പെട്ട പഠനം നടത്തണം എന്ന ആശയം 1993-4 കാലത്ത് നമ്മുടെ മർക്കസിൽ തഹസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ആശയം മനസ്സിൽ വരുന്നത്. തഹസ്സിൽ പഠിക്കുമ്പോൾ കാര്യമായും അലവി സഖാഫി കൊളത്തൂരും ഞാനും കൂടുതൽ അടുത്ത് ഇടപഴകുകയും ഹദീസുമായി കൂടുതൽ പഠനം നടത്തുകയും ചെയ്തിരുന്നു. അവിടുത്തെ ഔദ്യോഗികമായ സബുക്കിൻ്റെ ക്ലാസ്സിൻ്റെ ഉപരിയായി മർക്കസിന് വിശാലമായ കുതുബ്ഖാന ലൈബ്രറി ഉപയോഗപ്പെടുത്തി ഹദീസുമായി കൂടുതൽ പഠനം നടത്താൻ അന്ന് സാധിച്ചിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടാളുടെയും ഒരു ആശയമായിരുന്നു ഹദീസുമായിട്ട് കൂടുതൽ ഒന്നിടയിൽ പഠിക്കണം, എന്ന് ഗവേഷണം നടത്തണം, വലിയ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അതിനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആശയം അന്നിനുണ്ടായിരുന്നു. പിന്നീട് പലപ്പോഴും നമ്മുടെ പല മേഖലകളിലേക്കും എത്തിപ്പെട്ട് അതിങ്ങനെ ഒരു സ്പീഡ് കുറഞ്ഞിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിൽ അതാക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ 2023 കാലത്താണ് വീണ്ടും ഒന്നുകൂടി ഒന്ന് സജീവമാക്കണം എന്ന ആശയം വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്ത് തന്നെ കുറഞ്ഞ സ്ഥലം കണ്ടെത്തുകയും അത് വിൽപ്പന വാങ്ങുകയും ചെയ്തു, രജിസ്റ്റർ ചെയ്ത് അതിന് ശേഷം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദിൻ്റെ ഹദറത്തിൽ പോയി ഉസ്താദിനോട് ആശയം പറയുകയും ഉസ്താദിന് സന്തോഷം ലഭിച്ചതിന് ശേഷമാണ് ഈ വിഷയമായിട്ട് മുന്നോട്ട് പോയത്. ഇതിപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമല്ലേ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നത്? അതെ, നമ്മുടെ അറിവനുസരിച്ച് കേരളത്തിൽ അഹ്ലുസുന്നയുടെ ലേബലിൽ ആഭിമുഖ്യത്തിൽ എന്നല്ല കേരളത്തിൽ ആകെ തന്നെ ഹദീസുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഹദീസിൻ പഠനത്തിന് വേണ്ടി മാത്രം ഒരു ഗവേഷണ കേന്ദ്രം ആദ്യത്തേതാണ് നമ്മുടെ പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടുള്ളത്. ഓക്കെ, ഈ ദാറുൽ ഹദീസിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? ദാറുൽ ഹദീസിൻ്റെ ലക്ഷ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ലക്ഷ്യം നമുക്ക് പറയാം, കാര്യമായിട്ട് പാരത്തെ ലക്ഷ്യം തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ഇഷ്ടക്കാരിൽ പെടുക. ഹദീസുമായി കൂടുതൽ ബന്ധപ്പെടുന്ന ആളുകൾക്കും അത് പഠിക്കുന്ന ആളുകൾക്കും അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഓഫർ നൽകിയിട്ടുണ്ട്. ധാരാളം ഹദീസിലൂടെ ഹദീസ് പഠനത്തിൻ്റെ അതിൻ്റെ പ്രചരണത്തിൻ്റെ ആവശ്യകതയും അത് പ്രചരിപ്പിച്ചാലും പഠിച്ചാലും ഹിഫ്ലാക്കാനുമുള്ളതായ വലിയ മഹത്തായ പ്രതിഫലങ്ങളും ധാരാളം ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക്
ഓഫ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് മുതൽക്ക് ഇന്നേ വരെയുള്ള നമ്മുടെ കഴിഞ്ഞ കാല ഇമാമുകൾ മുഴുവനും ഹദീസ് പഠനത്തിന് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ശരീരം പോലും അപകടത്തിൽ പെടുന്ന രൂപത്തിൽ അവർ ഹദീസിൻ്റെ പ്രചാരണത്തിനും അതിൻ്റെ വ്യാപനത്തിനും അതിൻ്റെ പഠനത്തിനു വേണ്ടിയിട്ട് ചിലവഴിച്ചത് വലിയ നമ്മളൊക്കെ നമ്മളെ പ്രയാസപ്പെടുന്ന രൂപത്തിൽ നമ്മളെ ആശക്കപ്പെടുന്ന രൂപത്തിൽ ചില ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതെ, ഒരുപാട് ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. പണ്ടുള്ള മഹാന്മാരൊക്കെ എവിടെയെങ്കിലും ഒരു ഹദീസ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം സഞ്ചരിച്ച് അവരുടെ കുടുംബവും മറ്റ് ജോലിയും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പിന്നെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് അവർ ഹദീസിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വലിയ പ്രാധാന്യം ആ കാലത്ത് ഹദീസ് പഠനത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം എത്തുമ്പോൾ ആ ഹദീസ് പഠനത്തിനുള്ള പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ടുണ്ട്. ഏതായാലും അത്തരമൊരു സാഹചര്യത്തിൽ വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു മുന്നേറ്റം തന്നെയാണ് ദാറുൽ ഹദീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിലവിലെ ഈ റിസർച്ച് സെന്ററിന്റെ ഭാഗമായി നടക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? നമുക്ക് ദാറുൽ ഹദീസിൻ്റെ കീഴിൽ കാര്യമായും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഹദീസ് റിസർച്ച് സെൻറ്റർ തന്നെ. ധാരാളം പദ്ധതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹദീസിൻ്റെ റിസർച്ച്. അതിനെ സെലക്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ശരീഅത്ത് കോളേജുകൾ. ആ കോളേജുകളിൽ നിന്ന് നല്ല മാർക്കോടെ പുറത്തിറങ്ങിയ പണ്ഡിതന്മാർ, അവരിൽ നിന്ന് നിശ്ചിത ഒരു ബോഡി ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇത് പഠിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നിലവിൽ 5 ആളുകളാണ് അതിൽ പഠനം നടത്തുന്നത്. ശരീഅത്ത് കോളേജിൽ നിന്നും ഉന്നത മാർക്ക് നേടി ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ അത്തരക്കാരായ വിദ്യാർത്ഥികളെ ഇവിടെ ആകർഷിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ അവരെ ആകർഷിക്കുന്നത് അവർക്ക് മറ്റാർക്കും ലഭിക്കാത്ത ഒരു വലിയ സ്ഥാനമാണ് ലഭിക്കാൻ പോകുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ ഗവേഷണ വിദ്യാർത്ഥിക്കും ഓരോ മാസം 10,000 ഇന്ത്യൻ ഉറുപ്പിക സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് കുറവാണ്, നിങ്ങൾക്കറിയാം. ഇൻഷാ അല്ലാഹ് 2ാമത്തെ വർഷം ആ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കണമെന്നാണ്. 10,000 രൂപ അങ്ങോട്ട് കൊടുത്താണ് പഠിപ്പിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കറിയാം, നമ്മൾ പിന്നെ പല ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പൈസ അങ്ങോട്ട് കൊടുത്ത് പഠനം നടത്തുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനം നമുക്ക് ഒരു അസാധാരണ സംഭവമാണ്. അതും ഒരു പ്രൈവറ്റ് സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സാധ്യതകളാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് അതിന് അനുമാനിക്കാം. അതുപോലെ തന്നെ പൊതുജനങ്ങളോട് ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സമസ്ത കലമിത്തലമയുടെ കേന്ദ്ര മുഷാറു മെമ്പർമാരായ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹസനി ഉസ്താദും അതുപോലെ കൊളത്തൂർ അലി സക്കാഫി, ഫൈസൽ ഹസൻ രണ്ടത്താണി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉസ്താദുമാർ ഇവിടെ വന്ന് അവർക്ക് ക്ലാസ് നൽകുന്നുണ്ട്. ഓരോ ആഴ്ചയും ക്ലാസ് നടക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കേരളത്തിലെ വലിയ മഹാന്മാരായ ഉസ്താദുമാർ അവർ ഹദറത്തിലേക്ക് ഈ ഗവേഷണ പണ്ഡിതന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയി അവർക്ക് ക്ലാസ് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വല വൈകാതെ തന്നെ അതും ഇൻഷാ അല്ലാഹ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹദീസിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ബിൽഡിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ. എന്തൊക്കെയാണ്? ഹദീസ് ഗവേഷണ കേന്ദ്രം മാത്രമാണോ അതല്ല മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ടോ? ഇപ്പോൾ നിലവിലുള്ളത് നമ്മുടെ ജൂനിയർ അക്കാദമി എന്ന രൂപത്തിൽ സ്കൂളിൽ 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നൽകിയ ഒരു സംവിധാനം. അവർ നമ്മുടെ ജാമിയത്തുൽ ഹിന്ദുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവരെ മതപഠന സിലബസ് മുന്നോട്ട് പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയം അടിസ്ഥാനമാക്കി സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അവർക്കും തുടക്കകാലം മുതൽക്ക് തന്നെ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിലെ ഹദീസുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് 1ാം ക്ലാസ് മുതൽക്ക് തന്നെ ഹദീസ് പഠിപ്പിച്ച് അതിൽ പ്രാവീണ്യം ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ വേറൊന്നുണ്ട്, ഓൺലൈനിൽ ഇപ്പോൾ ഓൺലൈൻ പഠനത്തിൻ്റെ വലിയ സാധ്യതയുള്ള കാലമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സഹോദരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സിഹാവ് എന്നുള്ള ഒരു പഠന കോഴ്സ് അത് കഴിഞ്ഞ വർഷം ആരംഭിച്ചു. സ്വഹീഹ് ബുഖാരിയിൽ തിരഞ്ഞെടുത്ത 50 ഹദീസുകൾ 10 മാസം അത് പഠന വിധേയമാക്കി. 800-ലധികം സഹോദരിമാർ ആ കോഴ്സിൽ പങ്കെടുത്തു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അതിൻ്റെ പരീക്ഷ കഴിഞ്ഞ് പിന്നെ ഈ വരുന്ന ഡിസംബർ 23-ന് ഒരു പ്രഥമ കോൺവെക്കേഷൻ നമ്മുടെ കൊളക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. 2ാമത്തെ ബാച്ച് ഈ മാസം 29-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടാണ്. നല്ല വിജയപ്രദമാണ്. സഹോദരിമാർക്ക് നല്ല ആ 1ാം ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ അവസരം തരണം എന്ന് ആവശ്യപ്പെട്ടു വന്ന അടിസ്ഥാനത്തിൽ അവർക്കുള്ള തുടർ പഠനം ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ ഈ ഭൗതിക പഠനം കൂടെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഗവേഷണത്തിൻ്റെ കൂടെ അവർക്ക് ഭൗതിക പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടോ?
ഭാവിയിൽ നാം ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പരിമിതമായ സൗകര്യം ഇപ്പോൾ ഉള്ളൂ. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് നാം ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അത് കുറഞ്ഞ പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ. വിശാലമായ നമ്മുടെ ക്യാമ്പസ് ഇൻഷാ അല്ലാഹ് ഒരുങ്ങുന്നുണ്ട്. പള്ളിയുടെ നിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ വിശാലമായ നമ്മുടെ ലൈബ്രറി ഉൾപ്പെടുന്ന വിപുലമായ ബിൽഡിങ് സംവിധാനം നമുക്ക് വരുന്നുണ്ട്. അതിന് മുസ്ലിം ബഹുജനത്തിൻ്റെ വലിയ സഹകരണം ആവശ്യപ്പെടുകയാണ്. കൂടുതൽ ഈ ഹദീസ് ഗവേഷണ കേന്ദ്രം കേരളത്തിൽ നമ്മൾ അറിവനുസരിച്ച് ആദ്യത്തെ സ്ഥാപനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ വന്ന് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനും അവർക്ക് താമസിച്ച് പഠിക്കാനും പറ്റിയ സൗകര്യങ്ങൾ ഇപ്പം നിലവിൽ ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഈ 5 ആളുകൾക്കാണ് ഇവിടെ സൗകര്യമുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു 2-3 മാസം കൊണ്ട് നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടും. അത് അവിടെ വിശാലമായ ലൈബ്രറിയും അവർക്ക് താമസിക്കാനും എല്ലാ സൗകര്യമുള്ള നമ്മുടെ സംവിധാനം അവിടെ ഒരുങ്ങുന്നുണ്ട്. ഈ റിസർച്ചിന് വേണ്ടി നിങ്ങൾക്ക് ഏതൊക്കെ രീതിയാണ് നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് അവലംബിക്കുന്നത്? മഹാന്മാരെ ഉസ്താദ്മാരെ ക്ലാസ്സുകൾ മാത്രമാണോ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും? നാം അവലംബിക്കുന്നത് അവർക്ക് ക്ലാസ് കൊടുക്കലോട് കൂടി തന്നെ പ്രാക്ടിക്കലാക്കി അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരിൽ നിന്ന് നമ്മൾ പ്രബന്ധങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെ സെമിനാറുകൾ അവർ കൂടി ഇരുന്നുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് വ്യത്യസ്തങ്ങളെ വിഷയങ്ങൾ വെച്ച്. ഇപ്പോൾ ഇത്ര ഒരു പഠനത്തിൻ്റെ ആവശ്യകത നാം പറയുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഹദീസിലെ കൈകടത്തലുകൾ, നമ്മുടെ ബിദഅയുടെ കൈകടത്തലുകൾ. അതുപോലെ ഇന്ന് പ്രത്യേകിച്ച് കാണപ്പെടുന്നതാണ് യുക്തിവാദികളുടെ ഹദീസ് വിമർശനങ്ങൾ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിമർശിച്ചാലേ, റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം നശിപ്പിച്ചാലേ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഹദീസിനെ ഒരു മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുന്ന രൂപത്തിൽ ക്ലാസ്സുകളും നമ്മുടെ തീർച്ചയായും. കാരണം പ്രത്യേകിച്ച് ഈ കൈക്കടത്തലും ദുർവ്യാഖ്യാനമൊക്കെ ഉണ്ടായപ്പോഴാണ് പരിശുദ്ധ ഇസ്ലാമിനെ ഈ കാലത്ത് ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരു കാരണം ഉണ്ടായി. തീർച്ചയായിട്ടും സത്യസന്ധമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ, കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനൊരു സോഴ്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൂടെ നല്ല രീതിയിൽ സന്ദേശം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ പിന്നെ ഹദീസ് ശേഖരിച്ചിട്ട് നിങ്ങൾക്കത് എങ്ങനെ ക്രോഡീകരിച്ചിട്ട് ഗ്രന്ഥമാക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്? രണ്ടും ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഹദീസിൻ്റെ ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിതാബുകളൊക്കെ ബിദഅ കൈകടത്തൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന, റസൂലുള്ളാഹി ഉമ്മത്ത് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ബിദഅയുടെ ഗ്രന്ഥങ്ങളുടെ കൈകടത്തലുകൾ. ഒരു കിതാബ് പോലും നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഹദീസിൻ്റെ കിതാബുകൾ എടുത്താൽ അതിൻ്റെ അടിയിൽ വര വരച്ചിട്ട് ആ വരക്ക് അടിയിലായിരുന്നു ഇവിടെ വാദം എഴുതിയിരുന്നത്. ഇപ്പോൾ നേരെ കിതാബിന് ഉള്ളിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. സ്വഹീഹ് ബുഖാരിൽ ഹദീസുകൾ അത് മുസ്ലിം ഉമ്മത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ച കാര്യമാണ്. പക്ഷേ അതിൽ സംശയം ഉണ്ടാക്കുക, ആ ഹദീസ് ദഈഫാണെന്ന് പറയാം. കഴിഞ്ഞ കാലത്തുള്ള പണ്ഡിതന്മാർക്ക് പറഞ്ഞു കാണാൻ കഴിയും, ഒരു റിപ്പോർട്ടർ ചർച്ച ചെയ്യുമ്പോൾ അത് സ്വഹീഹ് ബുഖാരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കാൻ ആവശ്യമില്ല. അത് ബുഖാരിയുള്ള റിപ്പോർട്ടറാണ്. അത് എല്ലാവരും 100% അംഗീകരിക്കുന്ന അവസ്ഥയായിരുന്നു. അതുപോലും ലൈഫാക്കി തള്ളി ബുഖാരി ഹദീസ് ലൈഫാക്കുന്നു, സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസ് ലൈഫാക്കുന്നു, മറ്റു ഹദീസുകളൊക്കെ ലൈഫാക്കി തള്ളുന്നു. ഇങ്ങനത്തെ ഒരു പ്രവണത വ്യാപകമായി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിച്ചേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ ദാറുൽ ഹദീസ് മുന്നിൽ തന്നെ ഉണ്ടാവും എന്നൊരു വാക്കും കൂടി പൊതുജനത്തിന് നൽകുകയാണ്. 73 വിഭാഗം എൻ്റെ ഉമ്മത്താവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞത്. അതിലൊരു വിഭാഗം മാത്രമേ സ്വർഗത്ത് കിടക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു വിഭാഗം ഏതാണെന്ന് അന്വേഷിച്ച് ആ ഒരു വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിച്ച് മരിക്കുക എന്നുള്ളതാണ് ഏതൊരു മുസ്ലിമിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം. പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് ആ ഒരു വിഭാഗം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ദാറുൽ ഹദീസ് പോലത്തെ സ്ഥാപനങ്ങൾ ഇത്തരം ഒരു ഗവേഷണവുമായി മുന്നോട്ട് വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു ഉപകാരവും. ഏതൊരു മനുഷ്യനും അവൻ്റെ വിശ്വാസം തന്നെയാണ് പ്രധാനം. അപ്പോൾ ആ വിശ്വാസം വളരെ ക്ലിയറായിട്ട് അവൻ്റെ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും ഈ ദാറുൽ ഹദീസ് പോലത്തെ സ്ഥാപനങ്ങൾ നമ്മളെ സഹായിക്കുമ്പോൾ എല്ലാവിധ പിന്തുണയും കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നിങ്ങൾ ഈ ഗവേഷണം നടത്തുന്നത് ഏതൊക്കെ കിതാബുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതപ്പോൾ ഏതൊക്കെ ഇമാമികൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ ഗവേഷണം നടത്തുന്നത്? ഇന്ന കിതാബ് ഇന്ന ഇമാമെന്ന് പറയാൻ പറ്റൂല. ആവശ്യമുള്ള ഓരോ സമയത്ത് ആവശ്യമാകുന്ന
ആ കിതാബുകളൊക്കെ ഇപ്പോൾ സ്വഹീൽ ബുഖാരി മാത്രമല്ല, സ്വഹീഹ് മുസ്ലിം മാത്രമല്ല, ഹദീസിൻ്റെ അടിസ്ഥാന നിയമം പറഞ്ഞ കിതാബ് ഉണ്ടാവും. ഉസൂൽ ഹദീസിൻ്റെ കിതാബ്, അതുപോലെ ഹദീസിൻ്റെ ഇസ്ലാഹിൻ്റെ കിതാബുകൾ, അതുപോലെ നമ്മൾ സ്വഹീൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഉൾപ്പെടെ ഹദീസിൻ്റെ കിതാബുകൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നടത്തുക. അവൾ ഒരു പ്രതിസന്ധി പറഞ്ഞാൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കിതാബുകളുടെ ലഭ്യത കുറവ് ദാറുൽ ഹദീസ് നേരിടുന്നുണ്ട്. സംഭാഷണം കേൾക്കുന്ന പൊതുജനം പറയാനുള്ളത്, നിങ്ങൾ കഴിവനുസരിച്ച് നിങ്ങളുടെ മരണപ്പെട്ട ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മറ്റ് കുടുംബങ്ങളൊക്കെ പേരിൽ ദാറുൽ ഹദീസിലേക്ക് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുമായി ബന്ധപ്പെട്ട കിതാബുകൾ വഖഫ് ചെയ്താൽ ദാറുൽ ഹദീസിന് വലിയ ഒരു മുതൽക്കൂട്ടാവും. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിലേക്ക് ദാറുൽ ഹദീസിൻ്റെ പ്രതികൾ കിതാബ് ശേഖരിക്കാൻ പോകുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നുകൂടി പൊതുജനങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ ലൈബ്രറി ഉദ്ദേശിക്കുന്നത് വെറും ഹദീസ് കിതാബ്, അറബി കിതാബ് മാത്രമല്ല, വ്യത്യസ്ത ഭാഷകളിലുള്ള കിതാബുകൾ നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട്. ആർക്ക് വന്നാലും സൗജന്യമായി അവരുടെ താമസ സൗകര്യത്തോടു കൂടെ അവർ ഗവേഷണം നടത്താനുള്ള സൗകര്യം നമ്മൾ ബിൽഡിംഗ് വന്നാൽ കുട്ടികൾക്ക് പുറമെ അവർ സൗകര്യം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മൾ കിതാബുകൾ ഇറക്കുമ്പോൾ അറബി കിതാബ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ദാറുൽ ഹദീസിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പുസ്തകം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി, റസൂലുള്ളാഹി ഷമായിലിനെ പറ്റി പരാമർശിക്കുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ എല്ലാവരുടെയും സഹകരണം വേണം. നിങ്ങളെപ്പോലത്തെ ആളുകൾ അതിൻ്റെ പ്രചരണത്തിന് മുന്നിലുണ്ടാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാസ്ഥാനിക പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, എല്ലാവരുടെയും കൂട്ടായ്മ. ഒരു കാര്യം എടുത്ത് പറയാം, നമ്മൾ ദാറുൽ ഹദീസ് തുടക്കം ഉണ്ടാക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരാശയാണ് ഇൻഷാ അല്ലാഹ് വിപുലമായ ഒരു കൺവെൻഷൻ ഹാള്, സെമിനാർ ഹാള് നമ്മുടെ ബിൽഡിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇപ്പം നമ്മോടൊപ്പം ദാറുൽ ഹദീസിൽ ഹദീസ് ഗവേഷണം നടത്തുന്ന 2 വിദ്യാർത്ഥികൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ റിസർച്ചിനെ കുറിച്ച് അവരോടുകൂടി ഒന്ന് ചോദിക്കാം. എൻ്റെ പേര് ജുനൈദ് സഖാഫി, ആലൂര് എന്ന് പറയുമ്പോൾ തൃത്താലാണ്. ഓക്കെ. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട്? അപ്പോൾ ഈ വർഷം തന്നെ മെയ് 19-നാണ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒക്ടോബർ 19-ന് 5 മാസം തികഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു ഹദീസ് പഠനത്തോടൊരു താല്പര്യം കൂടുതൽ വരുന്നുണ്ട് അല്ലേ? തുടങ്ങിയപ്പോൾ എത്ര വർഷമാണ് ഇപ്പോൾ ഇവിടുത്തെ കോഴ്സ് വരുന്നത്? കോഴ്സ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് 2 വർഷമാണ്. പക്ഷെ 2 വർഷം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ കൂടുതൽ വർഷം ഇവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തുടങ്ങും. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. നിങ്ങളെ പേര്? മുഹമ്മദ് സാലിം സഖാഫി. സ്ഥലം എവിടെ? കക്കടിപ്പുറം. ഓക്കെ. ശേഷം ദർസ് തുടങ്ങിയതിന് ശേഷം ഗവേഷണത്തിന് ദർസിൽ ഇപ്പോൾ ഒഴിവാക്കിയില്ലേ? ദർസ് ഓക്കെ. ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ 5 മാസം. എങ്ങനെ ഇപ്പോൾ പഠനം തുടങ്ങിയിട്ട് റിസർച്ച് എങ്ങനെ ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്? ഹദീസിന്റെ വിശാലമായ തലങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഈ 5 മാസം കൊണ്ട് ബോധ്യപ്പെട്ടത്. ബിരുദം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മറ്റു കുട്ടികളോട് എന്താ ഇപ്പോൾ പറയാനുള്ളത്? നിലവിൽ നമ്മുടെ ദർസിലെ സിസ്റ്റം അടിത്തറ ഒരു തറവാകുകയാണ്. ഇനി അങ്ങോട്ട് വിശാലമായ പഠനം പഠനം കഴിഞ്ഞതിന് ശേഷം ആണ് വരുന്നത്. ഇത് ഒരു ചാവിയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇത് വെച്ചിട്ട് വിശാലമായ ലോകം തുറക്കേണ്ടതുണ്ട്. അതിന് വിദ്യാർത്ഥികൾ തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ വലിയ ഹദീസ് പണ്ഡിതന്മാരെ വാർത്തെടുക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തം. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളുടെയും ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൽ വലിയ ഹദീസ് പണ്ഡിതന്മാരെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ദാറുൽ ഹദീസ് പോലത്തെ സ്ഥാപനങ്ങൾ അതിന് മുന്നിട്ടിറങ്ങി വരുമ്പോൾ നമ്മൾ അകമഴിഞ്ഞ പിന്തുണ അതിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് സത്യസന്ധമായ രീതിയിൽ വരും തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരമക്കൾക്കൊക്കെ ഈ കൃത്യമായ റസൂലുള്ളാഹിന്റെ ഹദീസ് ലഭിക്കണമെങ്കിൽ, പരിശുദ്ധ ദീന് കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങളെ നമ്മൾ അകമഴിഞ്ഞ് പിന്തുണക്കണം. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ പോലെ ഷാർജയിലെ ബുക്ക് ഫെയറിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണം അതിനാവശ്യമുണ്ട്.
നമുക്കറിയാം ഹദീസ് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഇത് കേവലം 1-2 വർഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വർഷങ്ങളോളം ഇവിടെ നമ്മൾ വാങ്ങിക്കൊടുത്ത് നമ്മൾ സ്പോൺസർ ചെയ്ത ആ ഒരു ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി ഇവിടെ ഗവേഷണം നടത്തുമ്പോൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നാളെ നമുക്കത് ആസ്വദിക്കാൻ വലിയൊരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തിലേക്ക് അവർക്ക് കിതാബ് സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് വലിയ രീതിയിൽ പിന്തുണ കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. ഭൗതിക പഠനം ഇത് ഞാൻ അറബിക് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ. ഇവിടെ എത്തിയിട്ട് ഇവിടെ തുടക്കം കാലം മുതൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടുത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ? പെർഫെക്റ്റ് ആണ്. നമ്മൾ ഉസ്താദ് ഉദ്ദേശിക്കുന്ന പോലെയും അതുപോലെ തന്നെ നമ്മളൊരു റിസർച്ച് സ്കോളർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കരിക്കുലും സ്റ്റഡി സ്ട്രക്ചറൊക്കെ തന്നെ ഉള്ളത്. നമുക്ക് അതിലേറ്റവും അഡ്വാൻസ്ഡ് ആയ ഓരോ ഫീൽഡിൽ ഹദീസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ളൊരു ഫീൽഡാണ്. വ്യത്യസ്തമായ വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ളൊരു ഫീൽഡാണ്. കുറേ ഫന്നുകളുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഫന്നിലും അതിലേറ്റവും അഡ്വാൻസ്ഡ് ആയ കിതാബുകൾ നമുക്ക് പരിചയപ്പെടാനും എടുത്തറിയാനുള്ളൊരു അവസരം കിട്ടാമെന്നുള്ളതാണ്. ഇതിൽ സ്പെഷ്യലൈസ് ആയിട്ട് നിൽക്കുമ്പോഴുള്ള ഒരു അവസരമാണ്. നമ്മൾ പൊതുവേ കോളേജുകളിൽ അതിലെ ജസ്റ്റ് ഇങ്ങനെ ഒരു സർഫേസിലൂടെ പോകാനുപരി നമുക്ക് കാര്യമായിട്ട് പ്രതിപാദിക്കും. അതുപോലെ തന്നെ മറ്റു ഫന്നുകളും പ്രതിപാദിക്കും. അതൊക്കെ ബുഖാരി എന്ന് പറഞ്ഞപ്പോൾ ബുഖാരിൻ്റെ തന്നെ നിരവധി ഷർഹുകൾ ഉണ്ട്. 12ഓളം ഷർഹുകളുണ്ട്. അതുപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിൻ്റെയും സിയാസത്തിലെ ഏകദേശം എല്ലാ കിതാബുകളിലൊക്കെ നിരവധി ഷർഹുകളുണ്ട്. ഷർഹുകളൊക്കെ പരതിക്കൊണ്ടുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണ്. ജസ്റ്റ് ഇങ്ങനെ കിതാബ് ഹദീസ് വായിച്ചു പോകുന്ന ഒരു ട്രെൻഡാണ് പൊതുവെ. അതൊരു പ്രശ്നമല്ല, നമ്മുടെ ഒരു ശൈലി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അതിന് വിഭിന്നമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് കമൻട്രീസിൻ്റെ അതിന് എഴുതപ്പെട്ട വ്യത്യസ്ത കിതാബുകളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ ചെന്നുകൊണ്ടുള്ള പഠനമാണ്. ഹദീസ് കൊണ്ട് നമ്മൾ അഹ്ലു സുന്നത്തിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ള എയിം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പോലെ തന്നെ ഹദീസുകളെ നമ്മൾ എന്തുകൊണ്ടാണോ ഡിഫെൻഡ് ചെയ്യേണ്ടത് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ നമുക്കെതിരെ തിരിയുന്നത്. അപ്പോൾ ഏതായാലും ഒരു ഹദീസിൻ്റെ ഒരു വലിയ ലോകമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇപ്പോൾ മർക്കസിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വലിയൊരു സാധ്യതയാണ് ഈ ദാറുൽ ഹദീസ് ഉള്ളത്. പ്രത്യേകിച്ച് നമ്മളത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ചൊക്കെ അന്യം നിന്ന് പോയി എന്ന് നമുക്ക് പറയാവുന്ന ഒരു സംഗതി കൂടിയാണ്. ഇത്തരത്തില് നമ്മളെ രാജ്യമാണ് ഈ ഹദീസ് ഒരു ഡൗൺ ആയ സമയത്ത് ഇതിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്നതിൽ മെയിൻ പങ്കുവഹിച്ച് നമ്മൾ ഇന്ത്യക്കാരാണ്. ഒരുപാട് പണ്ഡിതന്മാര് ഉണ്ട് അങ്ങനെ. അപ്പോ നമ്മൾ അതിന്റെ ഒരു പിൻഗാമികളാണല്ലോ. അപ്പൊ ആ ഒരു ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അതാണ് ദാറുൽ ഹദീസ് ഉദ്ദേശിക്കുന്നത്. സ്ഥാപനങ്ങളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ജോലിക്ക് കയറുക എന്നുള്ളതായിരിക്കും കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത്തരക്കാരായ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ആകർഷണം എന്താണ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുക? അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫീൽഡ് ഒരു ഇന്റൻഷനാണ് വേണ്ടത്, താല്പര്യമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ചടഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കിതാബുകൾ നോക്കാനുണ്ടാവും, ഒരുപാട് വിഷയങ്ങൾ എഴുതാനുണ്ടാവും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു പക്ഷേ സാധിച്ചോളണമെന്നില്ല. ശരീരത്ത് കോളേജിൽ നിന്നൊക്കെ ബിരുദത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ വലിയൊരു ലോകം ഇവിടെ അവർക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വളർച്ചയ്ക്കും ഇസ്സത്തിനും ഒരു വലിയ പണ്ഡിതന്മാരുടെ ഒരു വ്യൂഹത്തെ സൃഷ്ടിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റു സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. ഏതായാലും അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ മുഹമ്മദ് സാദിഖ് തഖാഫി, കാടാമ്പുഴ വീടാണ്. ദാറുൽ ഹദീസ് സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറിയാണ്. അൽഹംദുലില്ലാഹ് നിലവിൽ നേരത്തെ ഉസ്താദ് ദാറുൽ ഹദീസിൻ്റെ പദ്ധതികളെക്കുറിച്ചും അനിവാര്യതകളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് ആവശ്യമായ ഭൂമിയോട് ചേർന്ന് വളരെ അത്യാവശ്യമായ ഇത്രയും കൂടെ ഭൂമി ഏറ്റെടുക്കേണ്ടിയിരുന്നു. അതിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. പള്ളിയുടെ നിർമ്മാണം സമാപന ഘട്ടത്തിലാണുള്ളത്. നേരത്തെ ഉസ്താദ് ഉറപ്പെടുത്തിയ ഹദീസ് റിസർച്ച് സെൻ്ററിൻ്റെ വിശാലമായ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാകണം. അധ്യാപകരായിട്ട് എത്ര ആൾക്കാരുണ്ട്? ഇപ്പം നിലവിൽ നമ്മൾ ശമ്പളം കൊടുക്കുന്ന 14 പേരുണ്ട്. 14 പേരുണ്ട്. ഗവേഷണം നടത്തുന്ന 5 കുട്ടികളും അതിന് പുറമെ മറ്റു വിദ്യാർത്ഥികളായിട്ട് ഉസ്താദുമാരായിട്ടും മുദരിസുമാരായിട്ടും ഓഫീസ് വർക്കിനും സോഷ്യൽ മീഡിയ വർക്കിനും എല്ലാം ഉൾപ്പെടെ. അവസാനമായിട്ട് ഉസ്താദിന് 1-2 കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. കാര്യമായിട്ടും പറയാനുള്ളത് എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ കേരളത്തിൽ മാതൃകയില്ല, ആരും മുൻ മാതൃകയില്ലാതെ തുടങ്ങിയ സ്ഥാപനമാണ്. അതുകൊണ്ട് പ്രസ്ഥാന നേതാക്കളും പ്രവർത്തകന്മാരും മുസ്ലിം ബഹുജനങ്ങൾ ഒന്നാകെയും
ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചക്കും അതിൻ്റെ പുരോഗതിക്കും അതിനേക്കാളൊക്കെ ഉപരി ഇത് അള്ളാഹിനേക്കാൾ സ്വീകാര്യപ്രദമാവാനും ഏറ്റവും പ്രധാനം അള്ളാഹിനേക്കാൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ആ സ്വീകരിക്കപ്പെടാനും അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് മുസ്ലിം ഉമ്മത്തിനോട് പ്രത്യേകിച്ച് ഉണർത്തിയാണ്. നിങ്ങളുടെ ദുആകളിൽ എല്ലാ സമയത്തും ദാറുൽ ഹദീസ് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ഉണർത്തുന്നു. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പദ്ധതികളൊക്കെ അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ഈ കാലം അത്രയും ദാറുൽ ഹദീസിന് വേണ്ടി സഹായിച്ച ധാരാളം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമുണ്ട്. അകമയും സഹായിച്ചിട്ടുണ്ട്, ഇന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസവും വരിശങ്ക തന്ന് ദാറുൽ ഹദീസിനോട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുക്കാനും പള്ളിക്കും വേണ്ടി സഹായിച്ച ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഉൾപ്പെടാനും അവിടുത്തെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടാനും ഈ ഖിദ്മത്ത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.